ഹലോ പൊന്നോ പതുക്കെ. ഞാൻ ചെറിയൊരു മിമിക്രി എടുക്കാൻ വേണ്ടിയാണ് ചാൻസ് വെച്ചത്. എൻ്റെ പേര് ബാബു എന്നാണ്, മലപ്പുറത്താണ് പേര. ഇവിടെ അമ്പലത്തറിൻ്റെ അവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്. ഇവിടെ പന്തലണിക്കാരെ കൊടുത്തിട്ട് ഇവിടെ കൂടിപ്പോ ഇപ്പൊ ഇവിടെ തന്നെ സജീവമാണ്. ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ അടുത്ത് നാട്ടിൽ പോയപ്പോ അവിടെ പഞ്ചായത്ത് മേള നടക്കണ്ടായിരുന്നു. പഞ്ചായത്ത് മേളയിൽ മിമിക്രിക്ക് എനിക്കാണ് സെക്കൻഡ് കിട്ടിയത്. അതായത് ഞാൻ മെയിനായിട്ട് എന്നെ എല്ലാവരും എന്നോട് പറഞ്ഞ് ഈ കാസർഗോഡൊക്കെ പോണേ ചങ്ങായി, അവിടെ എനിക്ക് ഈ ഇതുണ്ടല്ലോ സിനിമന്റെ ഒക്കെ ആൾക്കാരുണ്ടാവും പറഞ്ഞ്. കാസർഗോഡ് സിനിമന്റെ ഒക്കെ ആൾക്കാരുണ്ടാവും, ചാൻസ് കിട്ടുകയാണെങ്കിൽ കയറിക്കോളിന്റെ സ്റ്റേജുമ്പോൾ കയറിക്കോളിന്റെ പറഞ്ഞു. അതാ ഞാൻ മെയിനായിട്ട് ഒരു കയ്യടി കൊടുത്തേ. ഒരുപാട് ആളുകളോട് മത്സരിച്ചിട്ട് രണ്ടാം സ്ഥാനം, ഒരുപാട് ആളുകളോട് രണ്ടാൾക്കാർ, ഞാനും കുഞ്ഞേമോ ഫസ്റ്റ് ഓനും സെക്കൻഡ് എനിക്കും. അതിന്റെ ശേഷം കലനോട് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന്. ഇപ്പൊ 10-12 കൊല്ലമായിട്ട് ടീമിന്റെ കൂടുതൽ ഹെൽപ്പറായിട്ട് പോയെന്ന് നാട്ടില് വാർപ്പിന്റെ പണിന്റെ. ഞാനാ മെയിൻ ഹെൽപ്പർ, എന്നെ വിടൂലോ. 12 വർഷമായിട്ട് ഹെൽപ്പറോ? 2 വർഷം എല്ലാവരും മേസരിയാകും. അതറിയാം, മേസരിയായി കഴിഞ്ഞാൽ മുകളിൽ കയറി വെയിലും വാങ്ങി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്നാ മതി, വൈകുന്നേരം ആകുമ്പോ തൊള്ളാറിപ്പെട്ടു അങ്ങനെ കഴിച്ചിടും. ഞാൻ അതിന്റെ അടുത്ത് ഗൾഫ് പോയി, ആ ക്യാപ്പിലാണ് ഈ കോട്ടൺ നസീറും പിഷാരുടെ ഒക്കെ അടിച്ചു കയറി പോയത്. ഞാൻ ആ പോക്കുവാണ് ഇപ്പൊ സിനിമ എത്തിയിട്ടുണ്ടാവും. അയ്യോ, ഗൾഫിലുണ്ടായിരുന്നോ? ഞാൻ ഗൾഫിലുണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു ഗുദാമിലായിരുന്നു, അത് നമ്മൾ തമ്മിൽ കാണാൻ. ഞാൻ ആദ്യമായിട്ടില്ലേ ഗൾഫ് പോയപ്പോ എന്റെ അച്ഛമ്മക്ക് എന്നെ ഭയങ്കര സ്നേഹം. എന്റെ അച്ഛമ്മ ഞാൻ പോണ സമയത്ത് കുറച്ച് അരിമ്പൂവായിട്ട് വന്നാണ്ട് 5-6 വട്ടം കിട്ടി ഒഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല, എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല. അനുഗ്രഹിക്കല്ലേ? ആ തള്ള പറഞ്ഞ മാതിരി തന്നെ 1.5 കൊല്ലം ഒന്നുമില്ലാതെ വന്ന് അതിന്റെ പിന്നാണ്ട് പോയിട്ടില്ല. ചെറിയ 2-3 മിനിറ്റ് ഒന്ന് ആദ്യം പരിചയപ്പെടട്ടെ. പേരെന്താ? ബാബു. ബാബു ഞാൻ പറഞ്ഞില്ലേ മലപ്പുറത്താണ്. ബാബു ഏതായാലും നമ്മുടെ ഇതിന്റെ കുറച്ചോ 2-3 ഐറ്റംസ് ഉള്ള വേഗം കയ്യോ അവിടെ ഇവിടെ പോയിട്ട് കാര്യം ഉണ്ടാവില്ല. 2-3 ഐറ്റംസ് ഉള്ളൂ. എല്ലാരും ഒന്ന് കയ്യടിച്ചു, നല്ലൊരു കയ്യടി. ഞാൻ ശിങ്കാരിമേള തമ്പോലൊക്കെ ഇല്ല, വലിയ ചെണ്ടല്ല നടിക്കണ അതിന്റെ മ്യൂസിക് എടുത്തിട്ട് എനിക്ക് സെക്കൻഡ് കിട്ടിയത് ആ ഐറ്റംസ് തമ്പോല. അല്ല ഈ വെട്ടിയില്ല, ചെതിൽ കൂട്ടിക്കോളൂ, എല്ലാം കൂട്ടിക്കോളൂ കൂടി കൂട്ടാ, നല്ല ഉസാറായിക്കോട്ടെ. കയ്യടിച്ചോളിട്ടാ. കൈമല മാത്രല്ല മൈക്കിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് ആളുകൾ പാടാനുള്ള മൈക്കാത്. ഇന്ത്യ 2-3 ഐറ്റംസ് ഉള്ള നന്നായിട്ട് കൊടിയ, എന്നാലും പാടില്ല. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ ഞാൻ ലൈറ്റിന് ജനറേറ്ററിന്റെ അപ്പുറത്ത് ഇങ്ങനെ കയറോണ്ട് പിടിച്ച് വലിച്ച് സ്റ്റാർട്ടാക്കണേ. ആ ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഒച്ച അല്ല, ശബ്ദം. ഞങ്ങള് മലപ്പുറത്ത് കൂറ്റെന്നാ പറയാ. ജനറേറ്റർ നമുക്ക് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാട്ടായ കയ്യടിച്ചോളി, കൊല്ലിയിൽ വെള്ളം ലൈറ്റ് ബേജാറോടെ കിട്ടാത്ത ചാട്ടായ ഉറക്കടിച്ചോളി. ഓടിങ്ങോട്ട് നിൽക്കുമ്പോ എയർ കുടുങ്ങിയിട്ട് ഓഫാകുമ്പോ ഒച്ച മാറും. ഓഫാകുമ്പോ ശബ്ദത്തിന്റെ വ്യത്യാസം അതെങ്ങനെയാ? അടിപൊളി. ഒറ്റ മിനിറ്റ് കയ്യടിച്ചോളി, എല്ലാരും കയ്യടിച്ചോളാം. ചിർക്കില്ലി ചിർച്ചാക്കി കിട്ടും, ചിർക്കിണ്ട് കയ്യടിച്ചാ മതി. ഉള്ളിൽ വേജാറുണ്ട്. നീ എടുക്കാൻ പോണേ ലേഡീസിനുള്ള ഐറ്റംസ്. ഒരുപാട് ലേഡീസ്, ഈ ഭാഗത്തൊക്കെ ഒരുപാട് ലേഡീസ്. മാല, വള, ഈ നാളികേരം ചെലവുമ്പോൾ നാളികേരം ഇത് ചെറുപ്പി ചെരട്ടിനെടുത്തും ഒച്ച മാറും. ആ നേരത്തെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെലവുണ്ട്. അതെങ്ങനെ അറിയാം? എപ്പോഴെങ്കിലൊക്കെ പോണതാ പോരേല്. ഇപ്പത്തെ കുട്ടികളൊന്നും കേൾക്കാത്ത ഒരു ഐറ്റംസ് ഈ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ മരത്തിന്റെ കപ്പിയിലല്ലേ വെള്ളം മുക്കിയത്. അപ്പൊ മരത്തിന്റെ കപ്പിയിൽ വെള്ളം മുക്കുമ്പോഴുള്ള ചെറിയ ഒച്ച വെള്ളം മുക്കല്ല സുഹൃത്തെ, വെള്ളം കോരുക. എങ്ങനെയായാലും വെള്ളം കിട്ടിയാ പോരെ.
മരത്തിന്റെ കപ്പിൽ വെള്ളം പൊക്കുമ്പോൾ ചെറിയ ഒച്ച അതെങ്ങനെ അറിയാം? മരത്തിന്റെ കപ്പില് വെള്ളം കോരാ. ഓക്കെ, റെഡി. ഇങ്ങനെ ഉണ്ടായി. പക്ഷെ ഇത് തുരുമ്പ് പിടിച്ച് ഇരുമ്പ് കപ്പിയാണെങ്കിൽ ഒച്ച മാറും. ഇങ്ങനെ ഉണ്ടായി. ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി. ഞാൻ എടുക്കാൻ പാടില്ല. നമ്മള് സർക്കസിന് പോയി കഴിഞ്ഞാൽ അവിടെ ഈ മരണക്കിണറില് ബൈക്ക് ഓടിക്കും. അപ്പൊ ഈ മരണക്കിണറില് ബൈക്ക് പോകുമ്പോൾ മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ഓക്കെ, റെഡി. ലോക്കൽ വണ്ടിയാണ്. ലേസൊക്കെ പാറിക്കോട്ടെ. വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ. എന്താ കരുന്നേ? ഇങ്ങനെ കൈയിട്ട് കിട്ടില്ല. കിട്ടിയപ്പോ ഒരു സന്തോഷം. ഹിന്ദിക്കാര് മുടി വെട്ടി കൊളാക്കിയത്. അപ്പൊ എല്ലാ ബാർബർ ഷാപ്പിലും ബംഗാളികളാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ടും പറഞ്ഞു, ഓല് ഹിന്ദിയിലും ഇങ്ങോട്ടും ചോദിച്ചു. രണ്ടൂട്ടർക്ക് മനസ്സിലായില്ല. അയ്യോ, അത് ഈ മുടി വെട്ടാന്ന് പറയുമ്പോഴേ, മുടി വെട്ടുമ്പോ കത്രിക കൊണ്ട് വേണേ എന്റെ വെട്ടി തരാം. അങ്ങനെ ഉണ്ടോ? കഴിഞ്ഞില്ല. മുടി വെട്ടല് കുറവ്. മെഷീൻ വെക്കല ട്രിമ്മർ. അതെങ്ങനെ അറിയാം? ഒറ്റ മിനിറ്റ് അടിച്ചോളി. നമ്മള് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോ നമ്മള് വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചു കൊടുക്കൂല. വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുമ്പോ വെള്ളം അങ്ങനെ പൊന്തി വരുമ്പോ എല്ലാം വെറൈറ്റി ശബ്ദങ്ങളാണ്. നമ്മുടെ മക്കൾസ് ഒക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വാട്ടർ ബോട്ടിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം പൊങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ വ്യത്യാസം. ഓക്കെ, ഒഴിച്ചോ. എന്നോട് കൊറേ കിളികളൊക്കെ കണ്ടിട്ടാ. ഈ ആൺപ്രാവിന്റെ വെച്ച് പെൺപ്രാവിന്റെ വെച്ച് രണ്ട് രീതിയിലാണ്. ആൺപ്രാവ് കരയുന്നത് പെൺപ്രാവ് കരയുന്നത് രണ്ട് രീതിയിലാണ്. ആദ്യം ആൺപ്രാവ് ഇങ്ങനെ ഉണ്ടാവുക. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കാൻ എങ്ങനെ അറിയാം? നിങ്ങൾ പെരേക്കേണ്ടി വരും. നിങ്ങളെ കാണിച്ചു തരാന്ന്. ഇനി താറാവ് ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ നേരം വെളുക്കാൻ നേരത്ത് കേൾക്കൂലേ കുയിൽനാഥം. എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുക. ഇന്ന ഒരാ ഞാന് ഗൾഫിൽ പോയ സമയത്തില്ലേ, അവിടുന്ന് ഞാനൊരു ഇംഗ്ലീഷുകാരനെ പരിചയപ്പെട്ട്. അയാളിനോട് പറയാം, ഞാൻ കുറേ സിനിമകൾ ഇറക്കിയിട്ട് ഇംഗ്ലീഷ് സിനിമ ആക്കി പൈസ മുടക്കിയിട്ട് ആകെ തമർന്ന് പാളീസായി പോയി. ചിന്നൊന്ന് കഴിച്ചിലാക്കി തരുവച്ചു. ഞാൻ പറഞ്ഞിട്ട് 5 പൈസ ഇല്ല. നല്ല ആളെ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവര് പറയാം, അതല്ല ഞാൻ എടുത്ത സിനിമ ഇംഗ്ലീഷ് സിനിമക്ക് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് തരുവച്ചു. ഞാൻ പറഞ്ഞു, മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് തരാം, പക്ഷെ അതിന്റെ മ്യൂസിക് ഒക്കെ ഉണ്ടാവൂലേ, അത് എടുക്കണേ നമ്മൾ സ്റ്റുഡിയോ പോയിട്ട് കേട്ടേണ്ടി വരില്ല. അപ്പൊ എന്നോട് പറയാം, മിമിക്രിന്റെ ആളോട് ജനോട് എടുത്താൽ മതി പറഞ്ഞു. മൂപ്പർക്ക് അയച്ചു തന്നിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ആ വീഡിയോ ക്ലിപ്പിന് ഞാൻ ഇവിടെ ഡബ് ചെയ്യാൻ പോവാണ്. അയ്യോ, ഒരുപാട് സിനിമകളാണ് ഫോട്ടോ ഡബിങ്. ഈ വെട്ടത്തിൽ ലാസ് കൂടെ ഒന്ന് ബാസൊക്കെ കൂട്ടിക്കാണ് സാറേക്കോട്ടെ. പുറത്തേക്ക് ചെയ്യാനും വേണ്ടില്ല, ഇവിടെ സാറേക്കോട്ടെ. പിന്നെ എന്താ പറയാ, സിനിമയുടെ സൈഡിൽ സിനിമ ഇങ്ങനെ വരും ഇവിടെ. അതിന് ഞാൻ ഇവിടുന്ന് ഡബ് ചെയ്യും. മലയാളത്തിൽ ഇംഗ്ലീഷ് സിനിമ മലയാളത്തിൽ ഒരു നല്ലൊരു കയ്യടിയും കൂടി തന്നു കഴിഞ്ഞാൽ തുടങ്ങാച്ചിട്ടാണ് വേ കയ്യത്. അത് ഇട്ടാണി ഏട്ടാ ഏട്ടാണി. ഇങ്ങനെ വരും കേട്ടോ. അതിങ്ങനെ വന്ന് അപ്പം ഇങ്ങനെ അങ്ങനെ പോവും. അപ്പോൾ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഇങ്ങനെ ലേസം മുന്തിക്കോട്ടെ. ഇതിങ്ങനെ ഡയലോഗ്, ഇതൊക്കെ ഞാൻ ഡയലോഗ് പറയാൻ പോകും കേട്ടോ. ഇനി ഒന്നും കൂടി ഇടോ പ്ലീസ്, ഒന്നും കൂടി ഇടോ. ഒന്നുകൂടി. The trailer has no story, just for fun. സ്പോട്ട് ഡബിങ് തുടങ്ങാൻ പോകുകയാണ്. ഇടക്ക് കൈയടിച്ചോളി.
ഇന്നെ പിടിക്കേണ്ടവളെ വണ്ടി പിടിച്ചോ, EMI അടിച്ച് തീരാത്ത വണ്ടിയാണ്, അതിന്റെ പേപ്പർ തന്നെയല്ലേ പഠിച്ചോനെ. എത്തപ്പ വെള്ളത്തിൽ വീണ എവിടേക്കാണ് മീൻ കടിച്ച് കിക്കിളേക്കാണ് മീനെ കടിക്കല്ലേ മീനെ. വിലാസിനി ഇതെന്താ അവിടെ? ഇന്ന മലന്റെ അപ്പുറത്തൊക്കെ കല്യാണം കഴിച്ചേ. എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നീച്ചിപ്പോ എന്താ അവിടുന്ന്? ഞാൻ വന്നില്ലെങ്കിൽ അടിയന്തര വരെ കഴിഞ്ഞിന്ന് പോയി. അവിടുന്ന് കുറച്ച് മീൻ വാങ്ങാൻ പോകണ്ടായിരുന്നു. കാഞ്ഞങ്ങാടത്തിന് പോണ്ടി വരും. ആ കുതിരൊക്കെ എവിടെ കിടക്കണേ? ആ മതി 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 മതി. നാളെയാണ് നമ്മൾ ടൂറ് പോകണമെന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം. എനിക്ക് വരാൻ പറ്റും തോന്നണില്ല കാക്കേ. എല്ലാ നാട്ടിലും ഉണ്ടാവും ഇതേമാതിരി ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് അടിക്കണേ നിങ്ങള്. ഞങ്ങളെല്ലാരും കൂടി ടൂറ് പോകുന്നുണ്ട് കാട് കാണാന്. ഇജ് പോരുണ്ടോ? എൻ്റെ അടുത്ത് തൊഴിലുറപ്പിന്റെ ലേശം പൈസയേ ഉള്ളൂ. പിന്നെ ഈ സാഫിന്റെ അടവ് കുറിന്റെ പൈസ കൊടുക്കാനുണ്ട്. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എന്താ കാട്ടുക എന്നൊരു പുടുത്തം കിട്ടില്ല. ഗൂഗിൾ പേയിലാണെങ്കിൽ 5 പൈസ നിൽക്കണമില്ല. അവരുടെ കയറിടിച്ചൊരു സമയം ജിണ്ടെങ്കിൽ റങ്കൈനി. ഇങ്ങോട്ട് വാവള ഒരു അടിപൊളി കല്യാണം നടക്കും. കൊല്ലസാഫിൻ്റെ ഒക്കെ പരിപാടിയുള്ള സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോയി നിൽക്കുക. 2 ഡാൻസിന് സ്റ്റെപ്പ് ഇടാന്ന്. അല്ലാ എൻ്റെ തെരിയാണി കുട്ടിയടിച്ച്. ഇങ്ങോട്ട് നോക്കുവളെ ഇങ്ങോട്ടൊക്കെ. ജാഫർ അല്ലടി ദിനോസറെ. അങ്ങോട്ട് കാറോടെ ചങ്ങായ വൈമ നിൽക്കാതെ കാലുമ ചവിട്ടില്ല പൊട്ട. റൈറ്റ് ബാപ്പുട്ടിനെ അമ്പൂട്ടിനെ വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഈ നട്ടപ്പാർക്ക് എവിടെ തരാനേ വിമാനം. ആ കൊല്ലതാപ്പിൻ്റെ പരിപാടി കല്യാണപ്പേരെ ഉണ്ട് പറഞ്ഞപ്പോൾ കാസർഗോഡ് പോണേൻ്റെ അല്ലാണ്ട് പോയി ചങ്ങായിമാർ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടോ. ആ ഗൂഗിൾ മാപ്പിലെ പെണ്ണ് വല്ലാത്ത പണിയാണ് കാണിച്ച്. ഇനിയിപ്പോൾ എവിടെയാണ് ഈ ചങ്ങായിമാരെ തരാം? ഇനിയിപ്പോൾ മയപ്പാറിൽ കൊണ്ടുവന്നായിട്ട് ജലദോഷം പിടിച്ച് ഇനിയിപ്പോൾ ആസ്പത്രി കിടക്കേണ്ടി കട്ടക്കാലം.
കാക്കിന്റെ കിളി പ്രേതൊക്കെ വന്നിട്ട് കിടന്നിട്ട് ഉറക്കിട്ടില്ല, ഉറക്കത്തെ കാടാണെന്ന്. നല്ല നാട് പിടിക്കാ, നല്ല പോകും നമ്മള്. ഞാനൊരു 2 ദിവസം ഉറങ്ങിയിട്ട് മെല്ലെ നാട് പിടിക്കുക. നിങ്ങൾ ഞങ്ങളുടെ അങ്ങോട്ട് പോണേ, ആ ചെക്കന്മാരോട് പടക്കം പൊട്ടിക്കണ്ട, അതിനുള്ള പോയി കൊടുക്കാൻ നിൽക്കണ്ട. കാക്കെ പേടിക്കണ്ട, ഞാനാ കാട്ടിലുള്ളവര് കാട്ടിൽ നോട്ടെ. നാട്ടിൽ നമ്മൾ വെറുതെ കാട്ടിൽ പോയിട്ട് കാട്ടിലോട്ട് ഇറങ്ങാറാക്കണ്ട, മെല്ലെ നാട് പിടിക്കുക. ആ പങ്ങന്റെ തലട്ടണ്ട, കൂന്നു പോരി. അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടൊരു കൈയടി, ഇഷ്ടപ്പെട്ടൊരു കൈയടി. താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ പറയാ, അതിനു മുമ്പ് ഇത്രയും നേരം വളരെ മനോഹരമായ മിമിക്രി നമുക്ക് വേണ്ടി സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരനൊന്ന് പരിചയപ്പെടേണ്ട ഒരിക്കൽ കൂടെ. വീഡിയോ പ്രൊഫൈൽ. മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ നിന്നും ഒരു കലാകാരൻ. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ കാണുന്നത്. സൂപ്പർ. വിജയ് ചേട്ടാ പൊളിച്ചു, അടിപൊളി. എല്ലാരും ഹോളിവുഡുകാർ കണ്ടറിയ നിന്നെ പിടിച്ച് ജയിലിലാക്കൂട്ടോ. എടാ അസാധ്യമായിട്ടുണ്ട്. കാരണം നമ്മള് വേറൊരു കഥ ഉണ്ടാക്കി എന്നുള്ളതാണ്. അല്ല, ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ശ്വാസം കിട്ടണ്ടേ ഇതിന്. ഇത് സ്റ്റേജില് അമ്പലപ്പറമ്പിലൊക്കെ ഭയങ്കരമായിട്ട് വിറ്റ് പോകുന്നതാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്കൊണ്ട് ഏഷ്യാനെറ്റ് മിന്നും താരം എന്ന പ്രോഗ്രാമിലൂടെയും അമൃത ചാനൽ സൂപ്പർ ഡ്യൂപ്പ് എന്ന റിയാലിറ്റി ഷോയിലൂടെയും മടവിൽ മനോരമ ചാനൽ മിമിക്രി മഹാമേള എന്ന പ്രോഗ്രാമിലൂടെയും വിന്നർ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് മലയാള സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വെച്ച കലാകാരൻ മിസ്റ്റർ വിജേഷ് ചേളാരി. താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ പറയുക, നിങ്ങളൊക്കെ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി പറയാണ്. എന്നെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തിയത് ഒരുപാട് വർഷങ്ങളായിട്ട് 2014 മുതൽ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പരിപാടി ചെയ്യണത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ആഷിം ബപ്പൻ എന്ന പേരുള്ള ഒരു എന്താ പറയുക, ഒരുപാട് ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എന്താ പറയുക ഗൾഫിലിരുന്നു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഷിം ബപ്പൻ്റെ പ്രോഗ്രാമിനാണ് ഫസ്റ്റ് മുതലേ പോയി തുടങ്ങിയത്. അതിനുശേഷം വീണ്ടും ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള ഭാഗ്യമുണ്ടായി. ഏതായാലും ഒരുപാട് സന്തോഷം. എന്താ പറയുക, നിങ്ങളൊക്കെ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കയ്യടി കൂടി തന്നു കഴിഞ്ഞാൽ ഞാനായിട്ട് പോകും. ഓക്കെ, താങ്ക് യു. താങ്ക് യു വിജേഷ്. അപ്പോൾ നമ്മുടെ വിജേഷ് നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് നാടുകളിലേക്ക് ഒരുപാട് ഷോകൾ ചെയ്യുന്നു. ഇനി അടുത്ത മാസം അദ്ദേഹം നേരെ പോകുന്നത് ഓസ്ട്രേലിയയിലേക്കാണ് നാദിർഷ ടീമിനോടൊപ്പം. അപ്പോൾ എന്താ പറയുക, ലോക മലയാളികൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. സന്തോഷം.